മിനിഞ്ഞാന്ന് ശനിയാഴ്ച, അതായത് 7-ാം തീയതി, നമ്മുടെ കൊച്ചി വെല്ലിംഗ്ടൺ ഐലൻഡിൽ ഒരു സംഭവം നടന്നു. അത് അധികം ആരും റിപ്പോർട്ട് ചെയ്ത് കണ്ടില്ല. ഇനി ആരെങ്കിലും റിപ്പോർട്ട് ചെയ്തോ എന്നെനിക്കറിയില്ല. നമ്മുടെ അർണാബ് ഗോസ്വാമിയുടെ ചാനലുണ്ടല്ലോ, റിപ്പബ്ലിക്, അതിൻ്റെ 2 സ്റ്റാഫിനെ ഐലൻഡിലെ പോലീസ്, അത് ഹാർബർ ക്രൈം പോലീസ് സ്റ്റേഷൻ, അവർ അറസ്റ്റ് ചെയ്തു. കൂട്ടത്തിൽ അവർ സഞ്ചരിച്ചിരുന്ന ബോട്ടിൻ്റെ, ഒരു സ്പീഡ് ബോട്ടായിരുന്നു, അതിൻ്റെ ഡ്രൈവറെയും അറസ്റ്റ് ചെയ്തു. സംഭവം ചാരപ്രവൃത്തി എന്ന വകുപ്പാണ് ഇട്ടിരിക്കുന്നത്. അനധികൃതമായ കടന്നുകയറ്റം, ചാരപ്രവൃത്തി, ഒഫീഷ്യൽ സീക്രട്ട് ആക്ട് പ്രകാരമുള്ള ചാരപ്രവൃത്തി. അപ്പം ഇവർ അവിടെ പോകാൻ കാര്യം, നമ്മളുടെ ഇറാനിൽ നിന്നൊരു കപ്പൽ കൊച്ചിയിൽ വന്നിട്ടുണ്ടല്ലോ, എന്താ IRIS 11, LAVAN എന്നാണ് അതിൻ്റെ സ്പെല്ലിങ്. അപ്പം 11 എന്ന് വേണമല്ലോ വായിക്കാൻ. ലോ 11 എന്ന് ജഗദീഷ് ശ്രീകുമാർ പറയുന്ന പോലെ 11. അവനെ അവിടെ കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട്. അത് ഈ ശ്രീലങ്കയുടെ തെക്ക് ഒരു കപ്പൽ അമേരിക്ക മുക്കിക്കളഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ബഹളം നടക്കുമ്പോൾ ഈ 11 ഇവിടെ കിടപ്പുണ്ട് കൊച്ചിയിൽ. ഇപ്പോഴാണ് ഈ ചരിത്രമൊക്കെ പുറത്തു വരുന്നത്. 3 കപ്പലുകളായിരുന്നു വിശാഖപട്ടണത്തു നിന്ന്. അതിൽ ഒരു കപ്പൽ പറഞ്ഞു, ഞാൻ ശ്രീലങ്കയിൽ കിടന്നോളാം എന്ന് പറഞ്ഞു. മറ്റേ ആള് ഇന്ത്യയെ വിളിച്ചു, എനിക്ക് എവിടെയെങ്കിലും ഒന്ന് സുരക്ഷിതമായിട്ട് കിടക്കണമല്ലോ ചേട്ടാ, നീ ഇങ്ങോട്ട് പോരും, കൊച്ചിയിൽ കിടക്കാം എന്ന് പറഞ്ഞിട്ട് 11 ഇങ്ങോട്ട് വിളിച്ചു. മറ്റേ പുള്ളി ദേന പറഞ്ഞു, ഞാൻ ഇറാനിലേക്ക് തിരിച്ചു പോവുകയാണ്, നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ എന്ന് പറഞ്ഞിട്ട് അവൻ ഇറാനിലേക്കും വെച്ചു പിടിച്ചു. അവനെയാണ് അമേരിക്ക ശ്രീലങ്കയ്ക്ക് തെക്ക് അന്താരാഷ്ട്ര കടലിൽ കയറിയതും മാറ്റവർ തീർത്തു കളഞ്ഞു. അതിനെല്ലാവരും കൂടെ ബഹളം വെച്ചിട്ട് നരേന്ദ്രമോദിയെ ഇനിയൊന്നും ചീത്ത പറയാൻ ബാക്കിയില്ല. എൻ്റെ ദൈവമേ, ഇപ്പം പറയുന്ന കേട്ടാൽ തോന്നും നരേന്ദ്രമോദിയാണ് ഈ യുദ്ധം മുഴുവൻ തുടങ്ങിയതിന് മുഴുവൻ ഉത്തരവാദി അങ്ങനെയാണ്. എന്ത് ചെയ്താലും കുറ്റമാണ്. കപ്പലിന് അഭയം കൊടുത്താൽ കുറ്റം, കപ്പൽ പോകുന്ന വഴിക്ക് വേറെ ആരെങ്കിലും അതിനെ അടിച്ചിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ കുറ്റവും മോദിയുടെ തലയിൽ. ഒക്കെ ആയിട്ട് വലിയ ബഹളമാണ്. അതിൻ്റെ സീക്വൻസൊക്കെ ഇന്നിപ്പോൾ ലോക്സഭയിൽ ജയശങ്കർ പറയും, ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും ഒരു പക്ഷേ എന്ന് പറഞ്ഞിട്ട്. അത് വേറെ കാര്യം. ഇവർ അർണാബ് ഗോസ്വാമിയുടെ ചാനല് 2 ആൾക്കാർ ഒരു സ്പീഡ് ബോട്ടും പിടിച്ച് ഈ 11 നേർക്ക് പാഞ്ഞു, ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കാനായിട്ട്. നേരെ CISFൻ്റെ കൂടാരത്തിൽ ചെന്ന് അവർ പിടിച്ചു. നിക്കടാ അവിടെ, എവിടെ പോകുന്നതാണ്? അല്ല, ഞങ്ങൾ മാധ്യമപ്രവർത്തനം, മാറിയിക്കടാ അവിടെ എന്ന് പറഞ്ഞു അവർ പോലീസിൽ അറിയിച്ച് അറസ്റ്റ് ചെയ്ത് റിമാൻഡിലായി കക്ഷികൾ 3 പേര്. ആ ബോട്ട് ഡ്രൈവർ പാവം, അയാൾ കാശ് കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അയാൾ ഇവരെയും കൊണ്ട്, അയാൾക്കറിയാം തുർക്കി എന്താ, ഇറാൻ എന്താ, മണ്ണാങ്കട്ട എന്താന്ന്, അങ്ങോട്ട് വിട് ആ കപ്പലിൻ്റെ അടുത്തേക്ക് എന്ന് പറഞ്ഞു. പോണ വഴിക്ക് തന്നെ CISF പിടിച്ചു. അപ്പോൾ സംഭവം വളരെ സീരിയസ് ആണ്. കാരണം ഐലൻഡ് നിങ്ങൾക്കറിയാമല്ലോ, നമ്മുടെ സതേൺ നേവൽ കമാൻഡിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സാണ്. വളരെ സങ്കടകരമായ ഒരു അവസ്ഥയാണ് കേട്ടോ. ആരും അതിനൊരു ഗൗരവം കൊടുക്കുന്നില്ല. ഒരു സ്ഥലത്തും ഈ നേവൽ കമാൻഡിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സിനെ കീറി മുറിച്ച് സിവിലിയൻസ് കടന്നു പോകാറില്ല. പക്ഷെ കൊച്ചിയിൽ അങ്ങനെയാണ്. നമ്മൾ ആ വിമാനത്തിൻ്റെ, ഇവരുടെ റൺവേയുടെ സൈഡിൽ കൂടെയാണ് ബസ്സും കാറും ഓട്ടോറിക്ഷയും ഒക്കെ ചീറിപ്പാഞ്ഞു പോകുന്നത്. അവരുടെ മതിൽക്കെട്ടിന് തൊട്ടു പുറത്താണ്. മതിൽക്കെട്ടിനകത്ത് കയറിയാൽ വെടിവെച്ച് കളയും എന്നൊക്കെ പറഞ്ഞ് അവിടെ പടമൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ യാത്ര ചെയ്യുന്ന റോഡും വിമാനത്തിൽ അവരുടെ റൺവേയും തമ്മിലുള്ള അകലം കാഷ്ടിച്ചൊരു 50-60 വഴി വരും. ഒരാൾക്ക് വേണമെങ്കിൽ ആ റൺവേ നശിപ്പിക്കാനായിട്ട് എന്തെങ്കിലും ഒരു ആയുധമോ സ്ഫോടക വസ്തുവോ അങ്ങോട്ട് എറിയാം. എറിയുന്നവനെ ഞങ്ങൾ അപ്പം പിടിക്കും. എറിഞ്ഞു കഴിഞ്ഞാണല്ലോ പിടിക്കുന്നത്. ഒരു റൺവേ നശിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് നന്നാക്കാൻ എത്ര ദിവസം എടുക്കും? സതേൺ നേവൽ കമാൻഡിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സിൻ്റെ സ്ഥിതിയാണ് ഞാൻ ഈ പറയുന്നത്.
വേറെ എവിടെയാണെങ്കിൽ അതിൻ്റെ അടുത്ത അയൽപക്കത്ത് കൂടെ മനുഷ്യർ പോകാൻ അവർ സമ്മതിക്കില്ല. ഇവിടെ നിവൃത്തികേടായിപ്പോയി. അവിടെ വാത്തുരുത്തി എന്ന് പറഞ്ഞ് കുറേ അധികം പേര് ആ സ്ഥലത്ത് താമസിക്കുന്നുണ്ട്. റെയിൽവേ ലൈനുണ്ട്, ഒന്നും പറയണ്ട. ശരിക്കും പറഞ്ഞാൽ വളരെ ബിസി ആയിട്ടുള്ള ഒരു ടൗണിൽ കൂടെ നമ്മൾ പോകുന്ന അനുഭവമാണ് സദേൺ നേവൽ കമാൻഡ്. എന്തുമായിക്കോട്ടെ, CISF ഗൗരവമായിട്ട് ഇവരെ പിടിച്ചു. പിടിച്ചവരുടെ പേര് ഞാൻ പറയാം. FIR നമ്പർ 78/2026, 7-ാം തീയതി ഉച്ചയ്ക്ക് 14:26 ഇട്ട FIR ആണ്. അതിൽ പിടിച്ച ഒരാൾ ശങ്കർ CG, റിപ്പോർട്ടർ റിപ്പബ്ലിക് TV. പിന്നെ മണി S, ക്യാമറാമാൻ ഇത് റിപ്പബ്ലിക് TV. പിന്നെ വിജയകുമാർ P, അയാളാണ് സ്പീഡ് ബോട്ട് ഡ്രൈവർ. ഫാദേഴ്സ് നെയിം പൊടിയൻ. അങ്ങനെ ഈ 3 പേരെ അവർ പിടിച്ചുകൊണ്ടുപോയി. ഇവരെഴുതിയിരിക്കുന്നത് 1 മുതൽ 3 വരെ പ്രതികൾ 7-ാം തീയതി രാവിലെ 7:50 മണിക്ക് കൊച്ചിൻ പോർട്ട് തുറമുഖത്തിലെ അതീവ സുരക്ഷാ മേഖലയായ സദേൺ കോയൽ ബെർത്തിലേക്ക് അതിക്രമിച്ച് കയറി ഇന്ത്യ രാജ്യത്തിൻ്റെ നയതന്ത്ര തീരുമാനമനുസരിച്ച് ജീവരക്ഷാർത്ഥം നങ്കൂരമിട്ടിരിക്കുന്ന ഇറാൻ എന്ന രാജ്യത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള കപ്പലിൻ്റെ ഫോട്ടോകളും വീഡിയോകളും എടുത്ത് രാജ്യത്തിനും വിശിഷ്യ സംസ്ഥാനത്തിൻ്റെയും സുരക്ഷയ്ക്ക് ഭീഷണിയാകും വിധം പ്രചരിപ്പിക്കാൻ ശ്രമിച്ചിരിക്കുകയാണ്. ഇതൊക്കെ ചെയ്യാൻ ശ്രമിച്ചതിന് ഇവരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇറാൻ്റെ കപ്പൽ, അതിൻ്റെ ഡീറ്റെയിൽസ് പുറത്തു വിട്ടുകൂടാ എന്ന് സാരം. ഇതൊക്കെ സാമാന്യ ബുദ്ധിക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഫോട്ടോഗ്രാഫി പ്രൊഹിബിറ്റഡ് എന്നൊക്കെ ആ ഏരിയയിൽ എഴുതി വെച്ചിട്ടുണ്ട്. സാധാരണ ആരും അതിൻ്റെ ഫോട്ടോ എടുക്കാറില്ല. പിന്നെ നിഷ്കളങ്കരായിട്ട് ആരെങ്കിലും പാലത്തിൽ നിന്ന് വായി നോക്കി അതിൻ്റെ ഫോട്ടോ അവിടെ ഇവിടെ ചിലപ്പോൾ ഫോട്ടോ വന്നെന്ന് വരും. എന്നാലും ജനറലി നമ്മളുടെ പൗരന്മാരെ ആരും സദേൺ നേവൽ കമാൻഡിൻ്റെ ഫോട്ടോ എടുക്കാൻ ശ്രമിക്കാറില്ല. ശ്രമിച്ചാൽ മിക്കവാറും അവർ പിടിക്കുകയും ചോദ്യം ചെയ്യുകയും കൂടെ കുറച്ച് നമ്മൾ വിഷമിക്കും. ചിലപ്പോൾ ഇറങ്ങി വന്നെന്ന് വരും, പക്ഷേ ഇച്ചിരി വിഷമിക്കും. അപ്പം എനിക്ക് ഇതിനകത്തൊരു രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ അറിഞ്ഞ് ഇതിൻ്റെ FIR ഒക്കെ തപ്പി ഒരു കടലാസ് വേണമല്ലോ കയ്യിൽ. നിങ്ങളോട് സംസാരിക്കുന്ന ഒരു കടലാസ് വേണ്ടേ, ഒരു FIRൻ്റെ കോപ്പി വേണ്ടേ. അപ്പം ആ കോപ്പി കിട്ടാനാണ് ഞാൻ ഈ 2 ദിവസം താമസിച്ചത്. അല്ലെങ്കിൽ നേരത്തെ നിങ്ങളെടുത്ത് വാർത്ത എന്നൊക്കെ പറഞ്ഞിട്ട് തട്ടിവിടാം. പക്ഷെ അങ്ങനെ വിടുന്നത് ശരിയല്ലല്ലോ. അപ്പം ഇതിനകത്ത് ഈ CISF റിപ്പോർട്ട് ചെയ്ത ആളിൻ്റെ പേര് ഇതൊക്കെ ഉണ്ട്. ആ പേരുകളൊന്നും ഞാൻ വായിക്കുന്നില്ല. വകുപ്പിട്ടിരിക്കുന്നത് ഭാരതീയ ന്യായ സംഹിത 329(3), പിന്നെ 3(5). ഇതൊക്കെ ഈ അനധികൃതമായ കടന്നുകയറ്റമാണ്. ഇതിനകത്ത് സീരിയസ് ആയത് ഒഫീഷ്യൽ സീക്രട്ട് ആക്ട് 1923 വെച്ചിട്ട് അതിൻ്റെ സെക്ഷൻ 3(1)(a), പിന്നെ സെക്ഷൻ 5. ഇതാണ് കടുപ്പപ്പെട്ട വകുപ്പ്, അതായത് ചാരവൃത്തിയുമായിട്ട് ബന്ധപ്പെട്ട വകുപ്പ്. ഇവർ ചാരവൃത്തി ചെയ്യാനൊന്നും ആയിരിക്കില്ല പോയത്, അത് ഇനി കോടതിയിൽ തെളിയിക്കേണ്ടി വരും. ബട്ട് ഇട്ടിരിക്കുന്ന വകുപ്പ് ഇതാണ്. ഇതിൻ്റെ രസം, നമ്മളുടെ ഏഷ്യാനെറ്റും മീഡിയ വണ്ണും ഇതേ പ്രവൃത്തി ചെയ്തു. അവർ പക്ഷേ സ്പീഡ് ബോട്ടിൽ ഈ ഇറാനിയൻ കപ്പലിൻ്റെ അടുത്തേക്ക് പോയൊന്നുമില്ല. അവരെന്ത് ചെയ്തു, ബുദ്ധിപൂർവം മട്ടാഞ്ചേരി വാർഫിൽ നിന്നിട്ട് ഇതിൻ്റെ ഫോട്ടോ, ഇപ്പോഴത്തെ ക്യാമറയല്ലേ, വളരെ സൂം ചെയ്ത് നല്ല ഫുൾ ഡീറ്റെയിൽസ് ഒക്കെ കിട്ടും. ഏഷ്യാനെറ്റിൻ്റെ ആ വാർത്ത ഇപ്പോഴും അവരുടെ യൂട്യൂബ് ചാനലിൽ കിടപ്പുണ്ട്, അവരുടെ ഫേസ്ബുക്കിലുണ്ട്. അവർ വളരെ ക്ലിയറായ വിഷ്വൽസ് കൊടുത്തിരിക്കുന്നു. ആ കപ്പലിലെ എഴുത്ത്, അക്ഷരം, അതിൻ്റെ ഡെക്കിൽ നിൽക്കുന്ന ആൾക്കാർ, ഇത് 183 പേരുണ്ട് ഇറാനിയൻ കപ്പലിൽ. ഈ വിവരമെല്ലാം ഏഷ്യാനെറ്റും പുറത്തുവിട്ടു. റിപ്പബ്ലിക് നോക്ക്, അർണബ് ഗോസ്വാമിയുടെ ആൾക്കാർ, അവരിതെടുത്ത് പുറത്തു വിടാൻ ശ്രമിച്ചതേ ഉള്ളൂ. പക്ഷേ അവർ കായലിലായിരുന്നു, അതുകൊണ്ട് അവരെ പിടിച്ചു. ഇവർ കരയിൽ നിന്നു, അതുകൊണ്ട് ഇവർ പിടിച്ചില്ല. അപ്പോൾ സദേൺ നേവൽ കമാൻഡിൻ്റെ ഇറാനിയൻ കപ്പലായിക്കോട്ടെ, ഇന്ത്യൻ കപ്പലായിക്കോട്ടെ, എന്ത് തേങ്ങയുമായിക്കോട്ടെ, കരയ്ക്ക് നിന്ന് നിങ്ങൾക്ക് ഫോട്ടോ എടുക്കാം, പക്ഷെ കായലിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പിടിച്ചു. ചേടാ, ഇതെന്തൊരു പുലിവാൽ! കായലിൽ അങ്ങനെ ഒരു മാർക്കിംഗ് ഒന്നുമില്ല. ഇത്
ഇത് മുതൽ ഞങ്ങളുടെ അതിർത്തി രേഖയാണെന്നോ അങ്ങനെ ഒരു മാർക്കൊന്നുമില്ല. ഇതൊക്കെ സാമാന്യ ബുദ്ധിക്ക് നമ്മൾ മനസ്സിലാക്കണം എന്നാണ് എൻ്റെ ധാരണ. എന്തുവായിക്കോട്ടെ, ആരും ചെയ്യാത്ത പ്രവൃത്തി ഇവർക്ക് ചെയ്യേണ്ട കാര്യം എന്താ? ഈ ഇറാൻ്റെ കപ്പൽ കൊച്ചിയിൽ കിടക്കുന്നു, അതിൻ്റെ ഫോട്ടോ കൊടുത്തിട്ട് എന്ത് കാര്യമാണ്? ഒരു യുദ്ധമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറയട്ടെ, ഈ കപ്പലിൻ്റെ ഡാറ്റ എല്ലാം വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഏഷ്യാനെറ്റിൻ്റെ ക്യാമറ ഒപ്പിയെടുത്തിട്ടുണ്ട്. മീഡിയ വണ്ണിൻ്റെ വാർത്ത ഞാൻ കണ്ടില്ല, പറഞ്ഞു കേട്ടതാണ് കേട്ടോ. പക്ഷേ അവരും നന്നായിട്ട് തന്നെ വീഡിയോ എടുത്ത് കാണും. ഇതെടുത്തിട്ട് ഇതിപ്പം ലോകം മുഴുവൻ പരക്കുകയല്ലേ, ഇൻ്റർനെറ്റ് വഴി, യൂട്യൂബ് വഴി, ഫേസ്ബുക്ക് വഴി, ചാനൽ വഴി, ഇങ്ങനെ ലോകം മുഴുവൻ പരന്നിട്ടുണ്ട്. ഇപ്പം ദിവസം 2 കഴിഞ്ഞല്ലോ. അപ്പോൾ ലോകം മുഴുവൻ പരക്കുക. ഇറാന് തോന്നും, നമ്മളൊരു കപ്പൽ ഒരു അത്യാവശ്യത്തിൽ ഒന്ന് പാർക്ക് ചെയ്യട്ടെ ചേട്ടാന്ന് പറഞ്ഞു. അവർ സമ്മതിച്ചു. എന്നിട്ട് ഇപ്പം അതിൻ്റെ ഫോട്ടോ എടുത്ത് അവർ നാട് നീളെ അയക്കുക. ഇസ്രായേലിനാണെങ്കിൽ ഇത് മതി. എവിടുന്ന് എന്ത് വിവരം കിട്ടിയാലും അത് ശേഖരിക്കുന്ന ടീമാണ് ഇസ്രായേൽ. എന്നാൽ ഇസ്രായേലിന് സാറ്റലൈറ്റ് വഴി ഈ വിവരം കിട്ടിക്കാണുകയില്ലേ? കാണുമായിരിക്കും. പക്ഷെ നമ്മളായിട്ടത് കൊടുക്കുന്ന ഒരു മര്യാദകളല്ലേ? ഇപ്പം ഈ സാധനം പുറത്തു പോകുമ്പോഴോ പുറം കടലിൽ ഇറങ്ങി, നാളെ ഏതെങ്കിലും ഒരു ദിവസം ഇത് പുറത്തിറങ്ങണമല്ലോ. എന്നും ഈ മാളത്തിൽ കഴിയാൻ പറ്റില്ല. പുറത്തിറങ്ങി കഴിയുമ്പോൾ ഇവനെ തീർക്കാനായിട്ട് ഇവൻ്റെ കോർഡിനേറ്റ്സ് എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക, മോണിറ്ററിങ് നടത്തുക, ഇതിനൊക്കെയുള്ള സൗകര്യം നമ്മൾ ചെയ്തു കൊടുത്തു എന്ന് പറഞ്ഞാൽ അതൊരു തരം ചാരപ്രവൃത്തിയല്ലേ? സത്യമല്ലേ? അപ്പോൾ ഇതിനൊക്കെ പോകാം. പക്ഷേ രസം, ഏഷ്യാനെറ്റിൻ്റെയും മീഡിയ വണ്ണിൻ്റെയും ആൾക്കാരെ ചോദ്യം ചെയ്ത് പോലീസ് വിട്ടയച്ചു. അവരെ FIRൽ വരില്ല, FIRൽ അവരുടെ പേരില്ല. ബട്ട് അനൗദ്യോഗികമായിട്ട് ഞാൻ അറിഞ്ഞു, അവരെ ചോദ്യം ചെയ്ത് വിട്ടയച്ചു. അവരുടെ പേരും എനിക്കറിയാം. പക്ഷേ FIRൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആ പേര് വെളിപ്പെടുത്തുന്നില്ല, മര്യാദയില്ല. അവർക്ക് വേണ്ടിയിട്ട്, മീഡിയ വണ്ണിന് വേണ്ടിയിട്ടും ഏഷ്യാനെറ്റിന് വേണ്ടിയിട്ടും കേരളത്തിലെ പ്രമുഖരും പ്രഗത്ഭരും, പ്രഗത്ഭം മതി, വെറുതെ പ്രഗത്ഭൻ എന്ന് പറഞ്ഞാൽ ഒരു ഗുമ്മില്ല, പ്രഗത്ഭം മതികളുമായ രാഷ്ട്രീയക്കാർ ഇടപെട്ടിരിക്കുകയാണ്. അവർ കൊച്ചി പോലീസിനോട് പറയുന്നത്, ചേട്ടാ ദൈവത്തെ ഓർത്ത് അവരുടെ പേര് ചേർക്കല്ലേ. അപ്പോൾ അത് എങ്ങനെ, ഞാനിപ്പോൾ എന്ത് ചെയ്യുന്നു? CISF മറ്റേ ആൾ പറയുന്നു മിലിറ്ററി ഇൻ്റലിജൻസ് വിളിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് പോലീസുകാരിങ്ങനെ താളം ചവിട്ടി നിൽക്കുകയാണ്. പോലീസുകാർക്ക് ഈ കുന്തത്തിൽ കയറി ഇവരുടെയൊക്കെ പേര് FIRൽ വന്നു കഴിഞ്ഞാണില്ല. നാളെ ഇതേ CISFകാരനോ പോലീസുകാരനോ എന്തെങ്കിലും ഒരു കയ്യബദ്ധം പറ്റിക്കഴിഞ്ഞാൽ അവനെ ഇവർ ചാനലിലൂടെ ഇട്ട് മാറ്റിക്കും. രാഷ്ട്രീയക്കാരനെ ഇവർക്ക് വേണ്ടി ഇടപെടുന്നത്, എല്ലാ രാഷ്ട്രീയക്കാർക്കും ചാനൽ വേണം. ഒരു തെരഞ്ഞെടുപ്പാണ് വരുന്നത്. മോഹൻദാസിന് ചുമ്മാ ഇങ്ങനെ കിടന്ന് വാചകടിച്ചാൽ മതി, വളവളാന്ന് പറഞ്ഞിട്ട്. അവർക്ക് തെരഞ്ഞെടുപ്പ് ജയിക്കാനുള്ളതാണ്. അപ്പം ഇതിൻ്റെ പിന്നാലെ പോയതുകൊണ്ട് ഗോപ്യമായിട്ട് ഒരാളെന്നോട് പറഞ്ഞു, ഇന്ന മാതിരിയൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. ഞാനും നിങ്ങളോട് ഗോപ്യമായിട്ടാണ് പറയുന്നത്, പുറത്താരോടും പറയരുത് കേട്ടോ. നിങ്ങളെ വിശ്വസിച്ചാണ് ഞാൻ ഈ രഹസ്യം വെളിപ്പെടുത്തുന്നത്. അപ്പോൾ അത് നിങ്ങളത് രഹസ്യമായിട്ട് സൂക്ഷിക്കണം. ബട്ട് ഈ 2 പേർക്ക്, 2 ചാനലിന് കിട്ടുന്ന രാഷ്ട്രീയ സംരക്ഷണം എത്ര വലുതാണെന്ന് നിങ്ങൾ ആലോചിക്കുക. പിന്നെ ഒരു കുരുക്കിതിനകത്തുള്ളത്, ഒഫീഷ്യൽ സീക്രട്ട് ആക്ട് വെച്ച് കേരള പോലീസ് FIR ഇട്ടില്ലെങ്കിൽ CISFും നേവിയും നിസ്സഹായരാണ്, അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതാണ് രസം. രാജ്യരക്ഷയെ സംബന്ധിച്ച ഒരു ആക്ട്, ഒഫീഷ്യൽ സീക്രട്ട് ആക്ട്, അതിൽ കേസെടുക്കാനുള്ള അവകാശം ലോക്കൽ പോലീസിനേ ഉള്ളൂ, കേന്ദ്രത്തിൻ്റെ ഒരു ഏജൻസിക്കും ഇല്ല. എന്നാൽ CBIക്ക് തങ്ങൾക്ക് യുക്തമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ കേസെടുക്കാം. പക്ഷേ CBI കേസെടുക്കണമെങ്കിൽ പിണറായി വിജയൻ്റെ അനുമതി വേണം, അല്ലെങ്കിൽ ഹൈക്കോടതി പറയണം. അപ്പോൾ CBIയുടെ കാര്യം സ്വാഹ. പിന്നെ ചെയ്യാവുന്നത് NIAക്കാണ്. NIAയുടെ ഷെഡ്യൂളിൽപ്പെടുന്ന കുറ്റകൃത്യമല്ല ഈ ഒഫീഷ്യൽ സീക്രട്ട് ആക്ടിലെ കുറ്റങ്ങൾ. പക്ഷേ രാജ്യദ്രോഹ സംബന്ധിയായ ഏതെങ്കിലും കുറ്റത്തിൻ്റെ തുടർച്ചയായിട്ടുള്ള ഒരു കുറ്റമാണ് എന്ന് സംശയം തോന്നിക്കഴിഞ്ഞാൽ NIAക്ക് ഇവരെ പോക്കാൻ പറ്റും. അങ്ങനെയൊക്കെ NIAക്ക് തോന്നുമോ? തോന്നാൻ വഴിയില്ല.
അത്രയ്ക്കൊക്കെ ബുദ്ധിമുട്ടി ഇവരുടെയൊക്കെ പിന്നാലെ പോയിട്ട് എന്ത് കാര്യമെന്ന് അവരിപ്പോൾ ഒരു വീഡിയോ എടുക്കുക, അത്രയേ ഉള്ളൂ. ഇതാണ് നമ്മുടെ ഒരു സ്റ്റൈൽ. ആ സ്റ്റൈലിന് കുഴപ്പമൊന്നുമില്ല, നമ്മളല്പം ഉഴപ്പന്മാരാണ്. പക്ഷെ നാളെ ഇതൊരു അന്താരാഷ്ട്ര പ്രശ്നമായിട്ട് വളർന്നു വന്നേക്കാം. ഈ കപ്പലിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇറാൻ നമ്മളെ സംശയിക്കും, ഇസ്രായേലും അമേരിക്കയും നമ്മളെ സംശയിക്കും. ഈ കപ്പലിൽ മറ്റെന്തെങ്കിലും വസ്തു കണ്ടുപിടിച്ചു എന്ന് വയ്ക്കുക, 3-4 ദിവസം കഴിയുമ്പോൾ കപ്പലിൽ ഒരു തീപിടുത്തം ഉണ്ടായെന്ന് വയ്ക്കുക, അല്ലെങ്കിൽ ഒരു സ്ഫോടനം ഉണ്ടായെന്ന് വയ്ക്കുക, ഇതൊക്കെ വൻ പ്രശ്നമാണ്. അപ്പോഴാണ് റിയലി പ്രശ്നമാകാൻ പോകുന്നത്. അതുവരെ എല്ലാം സ്മൂത്താണ്. കപ്പൽ കൊണ്ടുവന്ന് അടുപ്പിച്ചു, 183 പേരുണ്ട്, അവർ സ്വസ്ഥമായിട്ട് എറണാകുളത്തേക്ക് കൂടെ നടക്കുന്നു, ഒരു കുഴപ്പമില്ല. പക്ഷേ ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ വലിയ വില കൊടുക്കേണ്ടി വരും, നമുക്ക് വലിയ നാണക്കേടാവും. പൗരബോധം എന്ന് പറയുന്നത് ലവലേശം ഈ മീഡിയ പ്രവർത്തകർക്കില്ല. അർണബ് ഗോസ്വാമി ഈ ശ്രീലങ്കയ്ക്ക് തെക്ക് ആ കപ്പൽ ആക്രമിക്കപ്പെട്ടല്ലോ, അന്ന് മുതൽ, അന്ന് കാണണമായിരുന്നു അയാളുടെ പരിപാടി. അയാൾ വേൾഡ് വാർ 3 ഈസ് അറ്റ് അവർ ഡോർ സ്റ്റെപ്പ്, അതാണ് അന്നത്തെ ചർച്ചയുടെ വിഷയം. 3-ാം ലോക മഹായുദ്ധം നമ്മുടെ പടിവാതിക്കൽ ദേ എത്തിക്കഴിഞ്ഞു. പടിവാതിക്കലൊന്നും എത്തിയിട്ടില്ല, ശ്രീലങ്കയും കഴിഞ്ഞ് പിന്നെയും തെക്കങ്ങാണ്ട് മുട്ടിയതാണ് ഈ സാധനം. പക്ഷേ ഇങ്ങയുടെ നിലവിളി, ആ മനുഷ്യൻ്റെ ഒച്ച ഭയങ്കരമാണ്. ഒരു 10-15 പേരെ ടി വിയിലിരുത്തിയിട്ട് അവരെ കൊണ്ട് ഒച്ച വെപ്പിക്കുക, അതിലും വലുതായിട്ട് ഇയാൾ ഒച്ച വയ്ക്കുക. അതാണ് അർണബ് ഗോസ്വാമി. ഇയാളൊരു ബഹളം അങ്ങോട്ടങ്ങ് തുടങ്ങി. പടിവാതിക്കൽ യുദ്ധം വന്നിട്ട് എടുക്കുകയാണ്, ഇന്ത്യൻ ഭരണകൂടം വെറുതെ ഇരിക്കുകയാണ്, ഇന്ത്യൻ ഭരണകൂടം എന്ത് ചെയ്യണം, തലയും കുത്തി നിൽക്കണം, എന്ത് വാങ്ങിക്കോട്ടെ. അയാൾ ബഹളം വെച്ച് അപ്പോഴാണ് ഇവിടെ കപ്പലുണ്ടെന്ന് പറഞ്ഞത്. ഉടനെ അയാൾ ആളെ വിട്ടു. അവിടെ നിന്ന് ആളെ വിട്ട് ഇവിടെ വന്ന് സ്പീഡ് ബോട്ട് എടുത്തിട്ട് ചെന്ന് കയറി കൊടുത്തു CISFൻ്റെ കയ്യിൽ. ഇപ്പോൾ ഇങ്ങനൊരു സംഭവം നടന്നതായിട്ട് റിപ്പബ്ലിക് ചാനൽ പോലും റിപ്പോർട്ട് ചെയ്തു എന്നെനിക്ക് തോന്നുന്നില്ല. ഞാൻ കുറച്ചു നേരം അത് നോക്കി, അതിനകത്ത് താഴെ കൂടെ ഒഴുകിപ്പോകുന്ന പോലും ഇല്ല അയാളുടെ സ്റ്റാഫിനെ അറസ്റ്റ് ചെയ്ത കാര്യം. എന്ത് വാങ്ങിക്കോട്ടെ, അതങ്ങനെ. ഏഷ്യാനെറ്റും മീഡിയ വണ്ണും ഒക്കെ ബ്ലിം, അവർ മുങ്ങി, നമുക്കിതുമായിട്ട് യാതൊരു ബന്ധമില്ല. അവർക്ക് അവരുടെ സംരക്ഷകർ, രാഷ്ട്രീയ സംരക്ഷകരെല്ലാം കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ, അങ്ങനെ ഒരു പ്രയോഗമുണ്ടല്ല, ജാതി മതഭേദമന്യേ, കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ, ഇങ്ങനെ ഈ മെന്യേ കാരണം അവരും രക്ഷപ്പെട്ടു നിൽക്കുന്നു. ഇതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ അവസ്ഥ. നമ്മൾ വലിയ സുരക്ഷയാണ്, സംവിധാനമാണ്, അതാണ് ഇതാണ് എന്നൊക്കെ പറയും. ഫലത്തിൽ ഇതെല്ലാം നമ്മളുടെ ഉഴപ്പ് കൊണ്ട്, അനാസ്ഥ കൊണ്ട്, ഉത്തരവാദിത്ത രാഹിത്യം കൊണ്ട് എങ്ങുമെങ്ങും എത്താതെ നാശപൂശമായി പോകും. ഇങ്ങനെ എത്രയോ കേസുകൾ പോയിരിക്കുന്നു. ഈ കേസ് അങ്ങനെ പോകുമോ എന്ന് എനിക്കറിയില്ല. പോകാതിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.